ഹലോ, ചെറിയൊരു ലൈവാണ് കേട്ടോ. എലക്ഷനൊക്കെ അല്ലേ, അപ്പോൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ കൊണ്ട് കഴിയുന്നത് എല്ലാവരും പല നിലക്കുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ നമുക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നാളെ ഇപ്പോൾ നമ്മളെ ദിവസം. ഇന്നലെ 7 ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നാളെ 7 ജില്ലകളുടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പം അതിൽ വോട്ട് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വോട്ടുള്ളത് കൊണ്ട് തന്നെ കുറേ വീഡിയോസുകളും കുറേ ടെക്സ്റ്റുകളും കുറേ പോസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതായാലും ചെറിയൊരു ഇൻഫർമേഷൻ ഞാനും പറയാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും പറഞ്ഞതുപോലത്തെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് തന്നെ പലരും കാണുന്നവരുണ്ട്. ലൈവുകളും അല്ലെങ്കിൽ നമ്മളെ ടെസ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്ന കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ ടൈം. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് 3 സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. എല്ലാവരോടും സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർട്ടി ഏതോ ആവട്ടെ, നമുക്ക് കിട്ടുന്നൊരവസരം, നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്, നമുക്ക് ആ സ്ലിപ്പ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സമയമെടുത്തിട്ട് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ വരി നിന്നിട്ടായാലും കുഴപ്പമില്ല, നമ്മുടെ ആ ഒരു വോട്ടിംഗ് പ്രക്രിയയിൽ എല്ലാവരും പങ്കെടുക്കുക, പങ്കാളികളാകുക, വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്. അതൊരു നിസ്സാരമായിട്ട് ഒരിക്കലും ആരും കാണരുത്. നമ്മുടെ വോട്ടവകാശമാണ്. നമ്മളെ വോട്ട് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്, വേറെ ആരുമില്ല. അതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാൻ കാരണം 3 വോട്ടുള്ളത് കൊണ്ട് തന്നെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ട് മെഷീനുകളാണല്ലോ, വോട്ട് മെഷീനുകളാണുള്ളത്. ആദ്യമായിട്ട് നമുക്ക് നമ്മൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ബട്ടൺ അമർത്തിയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ പേര്, അത് കഴിഞ്ഞാലുള്ള ചിഹ്നം, അത് കഴിഞ്ഞാലുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളതിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ, നമ്മൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെ കാണുന്ന ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്യുക, അമർത്തി കൊടുക്കണം. അപ്പോൾ വോട്ടാവും. അതിൽ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബട്ടൺ അമർത്തുന്ന സാഹചര്യത്തിൽ ഒരു സൗണ്ട് വരേണ്ടതുണ്ട്. ആ സൗണ്ട് വന്നാൽ വോട്ടായി എന്നുള്ളതാണ്. അതിനപ്പുറം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം, കഴിഞ്ഞ വോട്ടിംഗ് സമയത്ത്, കഴിഞ്ഞ 7 ജില്ലകളിൽ നടന്ന വോട്ടിംഗ് സമയത്ത് ഒരു പരാതി ഉണ്ടായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മറ്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് പോകുന്നു എന്നുള്ളതാണ്. അത് പലപ്പോഴും ആ വിഷയത്തിൽ നമ്മൾ ഏത് പാർട്ടിക്ക് ചെയ്താലും ഏത് ചിഹ്നത്തിൽ ചെയ്താലും BJPക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതില്ലാതാവണം, അത് ശ്രദ്ധിക്കണം പലരും. അത് ശ്രദ്ധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് അതിനിടയിൽ ഒരു ലൈറ്റ് തെളിയാനുണ്ട്. ആ ലൈറ്റ് തെളിയുന്നത് നമ്മൾ അമർത്തി പിടിച്ച ബട്ടന് നേരെയാണോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ടാവാം. അവർ വീട്ടിൽ സ്ത്രീകളായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പ്രത്യേകമായിട്ട്. നമ്മളൊരു ബട്ടൺ അമർത്തി ഇങ്ങോട്ട് തിരിഞ്ഞു പോരുക എന്നുള്ള ശ്രദ്ധ ആ വിഷയത്തിൽ അങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് കുറച്ച് സമയം കിട്ടുന്നുണ്ടല്ലോ, ആ സമയത്ത് കൃത്യമായിട്ട് അതിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലാതെ ഒരു ബട്ടൺ അമർത്തി ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അതിന് സമയം അവിടെ ഉണ്ട്, വെപ്രാൾപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അമർത്തുന്ന ബട്ടൺ നേരെ ലൈറ്റ് തെളിയണം. അതാണ്, ഒരു പച്ച ലൈറ്റ് കത്തും. നമ്മൾ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യേണ്ടതെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള ബട്ടന് ലൈറ്റ് നമുക്ക് കത്തും. അത് തെളിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്കാണ് വോട്ട് പോയത് എന്നുള്ളത്
മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. നേരെ മറിച്ച് നമ്മൾ അമർത്തുന്ന ബട്ടന് നേരെയല്ല ലൈറ്റ് തെളിയുന്നത്, വേറെ ഏതെങ്കിലും ചിഹ്നത്തിന് നേരെയാണ് ലൈറ്റ് വരുന്നത് എങ്കിൽ അത് റോങ് ആണ്. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ വരുമ്പോൾ നമ്മളവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറയണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത്. അതങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ അത് ആ ലൈറ്റ് അവർക്ക് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ ഒരു വിഷയമുണ്ട് സാറേ, ഇതിന് പരിഹാരം വേണമെന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ചെയ്ത വോട്ടിൻ്റെ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടുള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത വോട്ട് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയുള്ളൂ. അതാണ് പ്രത്യേകമായിട്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്, ആർക്ക് ചെയ്താലും ഒരേ സ്ഥാനാർത്ഥിക്കാണ് അല്ലെങ്കിൽ BJPക്കാണ് വോട്ട് പോകുന്നത്. BJPക്കാരെ കുറ്റപ്പെടുത്തി പറയല്ല, പലപ്പോഴും അങ്ങനെയാണ് പരാതികൾ കൂടുതലും വരാറുള്ളത്. അത് ശ്രദ്ധിക്കാൻ നമ്മുടെ വീട്ടുകാരോട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പല സ്റ്റാറ്റസുകളായിട്ടും പിന്നെ റീൽസുകളൊക്കെ ആയിട്ട് ഇത് വരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതായത് നമ്മൾ പരസ്പരം നമ്മളെ വീട്ടിലെ വോട്ടുകൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ ഈ വിഷയം പ്രത്യേകം പറയണമെന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പിന്നെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരിക വെള്ള ഒരു കളറിലുള്ള പേപ്പറിലായിരിക്കും മെഷീൻ ഉണ്ടാവുക. അപ്പോൾ അത് വെള്ളയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ബാലറ്റാണ്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണെങ്കിൽ പിങ്കാണ്, പിങ്ക് കളറ്. ജില്ലാ പഞ്ചായത്തിലേക്കാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള പേപ്പറിലാണ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറയുക. എല്ലാവരും വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ID കാർഡ് നമ്മൾ കയ്യിൽ കരുതണം. ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ ആധാറോ തിരിച്ചറിയൽ കാർഡോ, അങ്ങനെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് നമ്മളെ കയ്യിൽ കരുതണം. അതവിടെ ഹാജരാക്കിയതിന് ശേഷം നമുക്ക് പേപ്പറും സ്ലിപ്പും കാര്യങ്ങളും കിട്ടുള്ളൂ. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു കുറിപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. നമ്മളെ വോട്ടർ ലിസ്റ്റിലെ നമ്പറും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട്, നമ്മളെ ബൂത്ത് നമ്പറൊക്കെ അറിയിച്ചുകൊണ്ട് ലിസ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതും കൂടി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നട്ടം തിരിയേണ്ട ആവശ്യമില്ല. കുറേ ഒരു വരിയിൽ നിന്ന് അവസാനം മറ്റൊരു വരിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ആ ലിസ്റ്റ് നോക്കിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർ നമുക്ക് സഹായം ഹെൽപ്പിനൊക്കെ ആയിട്ടുണ്ടോ, അതൊന്നും ഇല്ലെങ്കിലും അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. ആ പോലീസ് ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് നമ്മളെ വരിയിൽ നിൽക്കാൻ കഴിയും. അതിലൊന്നും നിങ്ങൾ ആരും മടി കാണിക്കരുത്. എങ്കിൽ നമുക്ക് ബൂത്ത് മാറി നിന്നുള്ള പ്രശ്നം വരാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ വരിയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ നിൽക്കുന്നവരോട് ചോദിച്ചിട്ട് അവരെ സ്ലിപ്പും നമ്മളെ സ്ലിപ്പും ബൂത്ത് നമ്പറും അതേപോലെ തന്നെ മറ്റൊക്കെ ഓക്കെയാണ് ശരിയാണ് എന്നും കൂടി ഉറപ്പ് വരുത്തിയാൽ അതിലൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്നുള്ളതും കൂടി പറയാണ്. പിന്നെ വീട്ടിൽ മുതിർന്നവരുണ്ടാവാം, നടക്കാൻ പറ്റാത്തവരുണ്ടാവും. നമ്മളെ സ്വകാര്യ വാഹനങ്ങളിൽ നമുക്ക് അവരെ കൊണ്ടുപോകാവുന്നതാണ്, തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ വീൽ ചെയറിലായാലും എങ്ങനെ ആയാലും അവരെ കൊണ്ടുപോയിട്ട് വോട്ട് ചെയ്യിക്കാം. കൊറോണ കാലത്ത് കിടപ്പിലായവർക്കും, അതായത് കൊറോണ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ നടക്കുന്നത് കൊറോണ സമയത്താണ്, 2020 ആ സമയത്ത് വോട്ട് ചെയ്യാൻ കിടപ്പിലായവർക്കും പ്രായമായവർക്കൊക്കെ അന്ന് പിന്നെ എല്ലാവരും ഈ കൊറോണയുടെ വിഷയമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവരുതെന്ന് കണക്കൂട്ടിക്കൊണ്ട് അന്നൊക്കെ വീട്ടിൽ പോസ്റ്റൽ വോട്ടായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം ഇപ്രാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരായാലും പോളിംഗ് ബൂത്തിൽ പോകേണ്ടി വരും എന്നതിൽ യാതൊരു സംശയമില്ല. പോകാതിരുന്നാൽ വോട്ട് മിസ്സാവും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ ആ കാര്യം ശ്രദ്ധിക്കുക. ഓപ്പൺ വോട്ടൊക്കെ ചെയ്യാൻ കഴിയും. അവർക്കുള്ള വോട്ട് അവർക്ക് എങ്ങനെ ആയാലും അവർ ആളവിടെ എത്തിച്ചു കൊടുത്താൽ മതി. ബാക്കി വീട്ടിലെ മക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് രേഖ പ്രൂഫ് കൊടുത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അവരെ വോട്ട് ആ വീട്ടിൽ നിന്ന് കൂടെ ചെയ്യുന്ന ഒരാൾക്ക് പോയിട്ട് വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും അത്രയും ആളുകളെ നിങ്ങളെ വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടാതിരിക്കരുത്, അവരെയും കൂടി കൊണ്ടുപോകണം. പിന്നെ ഇതോടുകൂടെ ഒരു കാര്യം കൂടി പറയാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് വരും കാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഈ പോസ്റ്റൽ വോട്ട് ലെവലിൽ രേഖപ്പെടുത്തി അത് ഇലക്ഷൻ്റെ കുറച്ച് ദിവസം മുമ്പ് തന്നെ അത് കണ്ടെത്തിയിട്ട് അത്ര ആളുകൾക്കൊരു പോസ്റ്റൽ വോട്ട് സംവിധാനം ഏർപ്പെടുത്തണം എന്നുകൂടി ഞാൻ ഈ ലൈവിൽ അഭ്യർത്ഥിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ പ്രായമായ ആളാണ്, വാർദ്ധക്യത്തിൻ്റെ ഒരു പ്രയാസത്തിലൊക്കെ നിൽക്കുന്ന ഒരാളും കൂടിയാണ്.
അപ്പോൾ മൂത്രത്തിൽ പൈപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അവരെയൊക്കെ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാറിലേക്ക് കൊണ്ടുവരെ ഇരുത്തുക, പിന്നെ അവിടുന്ന് ഇറക്കുക, പിന്നെ അത് വോട്ട് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോകുക. സംഗതി ഓപ്പൺ വോട്ടൊക്കെ ചെയ്യാം, പക്ഷെ അതുകൊണ്ട് ആൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒന്ന് യാത്ര ചെയ്ത്, ഒന്ന് കാറിൽ ഇരുന്ന് കയറി ഇറങ്ങി വരുമ്പോഴത്തിന് ഒരു പക്ഷേ ട്യൂബൊക്കെ ഇളകാനും പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടും വീട്ടുകാരൊക്കെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അതില്ലാതിരിക്കാൻ പ്രാവശ്യം ഏതായാലും അതിനൊരു അവസരം ഉണ്ടായില്ല. വരും കാലങ്ങളിൽ പിന്നെ അത്ര സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് ഒരു അഭ്യർത്ഥനയായിട്ട് ഇതിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഇലക്ഷൻ്റെ വർത്തമാനം കൂടി ആയതിപ്പോൾ പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ വന്നാൽ നമുക്ക് ഒരുപാട് സൗകര്യമുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കണം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പിന്നെ വോട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാ സ്ഥലങ്ങളിലും ശാന്തി സമാധാനത്തോടു കൂടെയുള്ള പരസ്പരം എല്ലാവരും സൗഹൃദത്തോടു കൂടെ വോട്ട് നാളെ കഴിയും. പിന്നെ എണ്ണിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ജയിക്കും, ഉറപ്പാണ്. അവർക്ക് ഈ നമ്മുടെ നാടിനെ അല്ലെങ്കിൽ ഓരോ വാർഡിനെയും പിന്നെ വികസനത്തിൻ്റെ മുൾമുനയിൽ എത്തിക്കാൻ കഴിയട്ടെ. എല്ലാവിധ സഹായ സഹകരണങ്ങളും വോട്ടർമാർക്ക് ചെയ്യാൻ കഴിയട്ടെ. ആര് ജയിച്ചാലും എത്ര വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത് എങ്കിൽ രാഷ്ട്രീയം നോക്കാതെ, പാർട്ടി നോക്കാതെ, അവർ ജയിക്കുന്ന ആൾ ആ വാർഡിലെ മൊത്തം ആളുകളുടെ മെമ്പറാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരേമാതിരി വികസനം എത്തിക്കാൻ കഴിയണം. ആ രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്കും കഴിയട്ടെ. എല്ലാവരും പിന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇപ്പോഴും ഓരോരുത്തരും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള ആശംസയോടുകൂടെ ഈ ലൈവോടെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് വഴുകിപ്പോയി ലൈവിൽ വരാൻ, കുറച്ച് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാണ്. ഏതായാലും പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒന്ന് പറയാം. ഇനി പറയാത്തവരെ ഉണ്ടാവും, പലരും പറയാറുണ്ട് ചില കാര്യങ്ങൾ അറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് കൂടി ഈ ലൈവ് ഇട്ടതാണ്. വീട്ടുകാരുടെ വോട്ടുമായി ബന്ധപ്പെട്ട് എത്ര നമ്മൾ പരിശ്രമിച്ചാലും ഏതെങ്കിലും വാർഡിൽ, ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പല വിഷയങ്ങളിലും ഒരു പിടിപാടില്ലാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു പിന്നെ ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്നാണ് കുട്ടിക്കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്, ലൈവിൽ വന്നിട്ടുള്ളത്. ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കുക, വോട്ടിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ലൈവ് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, കമൻ്റ് എഴുതിയിട്ടുണ്ട്. ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നാളത്തെ ഈ ഒരു ഇലക്ഷൻ, നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പ് നല്ല രീതിയിൽ സമാധാനപരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. ജയ് ഹിന്ദ്.